അംബേദ്കർ പരാമർശത്തിൽ അമിത്ഷായെ വളഞ്ഞിട്ടാക്രമിക്കുകയാണ് പ്രതിപക്ഷം. രാജ്യത്തിന്റെ ജനാധിപത്യ ശ്രീകോവിലായ പാർലമെന്റിൽ ഭരണഘടനാ ശില്പിയായ അംബേദ്കറെ അപമാനിച്ച് സംസാരിച്ച അമിത്ഷായ്ക്ക് പല കോണുകളിൽ നിന്നും കുറുക്കിക്കൊള്ളുന്ന മറുപടികൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും മനോഹരമായ രീതിയിൽ അമിത്ഷായ്ക്ക് തിരിച്ചടി നൽകിയത് പ്രകാശ് അംബേദ്കറാണ്. ഡോക്ടർ BR അംബേദ്കറുടെ കൊച്ചുമകൻ. രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പരിഹാസം BJPയുടെ പഴയ മാനസികാവസ്ഥയുടെ പ്രതിഫലനം എന്നായിരുന്നു പ്രകാശ് അംബേദ്കർ പറഞ്ഞത്. അംബേദ്കർ കാരണം തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ കഴിയാത്തതിന്റെ അസ്വസ്ഥത BJPക്ക് ഉണ്ടെന്നുമാണ് വഞ്ചിത് ബഹുജൻ അഘാടി നേതാവ് കൂടിയായ പ്രകാശ് ചൂണ്ടിക്കാട്ടിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപീകരണം അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നതിനാൽ BJPക്ക് മാത്രമല്ല അവരുടെ മുൻഗാമികളായിരുന്ന ജനസംഘത്തിനും RSSനും ഒരിക്കലും അംബേദ്കറെ അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് പ്രകാശ് അംബേദ്കർ പറയുന്നത്. BJPക്ക് അംബേദ്കറുടെ കാര്യത്തിലുള്ള പഴയ മാനസികാവസ്ഥ തന്നെയാണ് അമിത്ഷായുടെ വാക്കുകളിലൂടെ പുറത്തു വന്നതെന്നും പ്രകാശ് പറഞ്ഞു. ഈ പ്രസ്താവനയിൽ പുതുമയൊന്നുമില്ല എന്നായിരുന്നു മറ്റൊരു മറുപടി. അവരുടെ പദ്ധതികളൊന്നും നടക്കുന്നില്ല, അത് കോൺഗ്രസ് കാരണമല്ല, ബാബാ സാഹിബ് അംബേദ്കർ കാരണമാണ്. അതിന്റെ അസ്വസ്ഥത BJPക്ക് ഉണ്ടെന്നും പ്രകാശ് അംബേദ്കർ പറയുന്നു. അമിത്ഷാ പറയുന്നതനുസരിച്ച് അംബേദ്കറെയല്ല ദൈവത്തെയാണ് ബഹുമാനിക്കേണ്ടത് എന്നാണ്. ഭരണഘടനയുടെ പിതാവിനെ അംഗീകരിക്കുക എന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കൂടി അംഗീകരിക്കുക എന്ന് കൂടി അർത്ഥമുണ്ടെന്ന് പറഞ്ഞ പ്രകാശ് അമിത്ഷായ്ക്ക് കണക്കിന് കൊടുത്തിട്ടുമുണ്ട്. ദൈവത്തെ ആരാധിക്കുന്നത് മനുവാദം സ്വീകരിക്കുന്നത് പോലെയാണെന്ന് കൂടി അംബേദ്കറുടെ കൊച്ചുമകൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധമാണ് അമിത്ഷായ്ക്കെതിരെ ഉയർന്നിരിക്കുന്നത്. പ്രതിപക്ഷം അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടു വരികയാണ്. അംബേദ്കറുടെ മാപ്പ് പറഞ്ഞ ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണ് അമിത്ഷാ ചെയ്യേണ്ടത് എന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആവശ്യം. വ്യാഴാഴ്ച രാവിലെ സഖ്യത്തിലെ പാർലമെന്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ബാബാ സാഹിബ് അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ടായിരുന്നു മാർച്ച് ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു രാജ്യസഭയിൽ അമിത്ഷായുടെ വിവാദ പരാമർശം ഉണ്ടായത്. ജാതി മത വെറികൾ തകർത്താടിയ ഇന്ത്യൻ സമൂഹത്തിൽ മനുഷ്യത്വം എന്നിവ അവതരിപ്പിച്ച അംബേദ്കറുടെ പേരാണ് ഏതൊരു ഇന്ത്യൻ പൗരനും ഉരുവിടേണ്ടതെന്നും അംബേദ്കറുടെ ആശയങ്ങൾ BJPയുടെ അജണ്ടയുമായി അടിസ്ഥാനപരമായി വിയോജിപ്പുള്ളത് കൊണ്ടാണ് BJP ഇന്നും അംബേദ്കറെ ഭയപ്പെടുന്നത്. ഒരു കാലത്തും അംബേദ്കറുമായി താരതമ്യം പ്രാപിക്കാൻ BJPക്ക് സാധിച്ചിട്ടില്ല. BJPയുടെ വെറുപ്പിന്റെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രവുമായി അംബേദ്കറുടെ ആശയങ്ങൾ ഒത്തുപോകുന്നില്ല എന്നതാണ് കാരണം. അക്കാര്യം തന്നെയാണ് പ്രകാശ് അംബേദ്കറും പറയുന്നത്. ലോകമെമ്പാടുമുള്ള സർവകലാശാലകളിൽ അംബേദ്കർ ഒരു പഠന വിഷയമാക്കുന്നതും ഇന്ത്യയുടെ ഭൂതകാലത്തെയും സമകാലിക രാഷ്ട്രീയത്തെയും അവസ്ഥയും വിവരിക്കാൻ അംബേദ്കർ ചിന്താ പദ്ധതി സഹായിക്കുന്നതും BJPക്ക് ശ്രമിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഇതാണ് പഞ്ചഗവ്യ വിളക്ക്. പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര് എന്നിവ കൊണ്ട് ചേർത്ത് നിർമ്മിച്ച വിളക്കാണ് പഞ്ചഗവ്യ വിളക്ക്. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമാണ് ഈ പഞ്ചഗവ്യ വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാലുള്ള ഗുണം. ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വീടുകളിൽ വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമായ പഞ്ചഗവ്യ വിളക്കും പഞ്ചഗവ്യ ധൂപത്തിരിയും ഓർഡർ ചെയ്യാവുന്നതാണ്. യാതൊരുവിധ കെമിക്കലുകളും ചേരാത്ത കർപ്പൂരം വാഗമൺ സ്പേസിൽ ഇവിടെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 7994007599 അല്ലെങ്കിൽ 9656417599.